ഇസ്രയേലും അമേരിക്കയും ലോകത്തെ തന്നെ ഏറ്റവും വലിയ ആയുധ ശക്തികൾ. രഹസ്യ വിവരാന്വേഷണത്തിലും ഇതര രാജ്യങ്ങളിൽ ആഭ്യന്തര കലഹങ്ങൾ സൃഷ്ടിക്കുന്നതിലും ശക്തി തെളിയിച്ച CIA-യും മൊസാദും പോലെ രണ്ട് വിഭാഗങ്ങൾ. US-നെയും ഇസ്രയേലിനെയും താരതമ്യപ്പെടുത്തിയാൽ ദുർബലമായ രാജ്യമാണ് ഇറാൻ. കനത്ത വ്യോമാക്രമണവും നാവികാക്രമണവും നടത്തിയിട്ടും കീഴ്പ്പെടാതെ നിൽക്കുകയാണ് ഇപ്പോഴും ഇറാൻ. കരയുദ്ധത്തിന് ഇറാൻ ഇരു രാജ്യങ്ങളെയും വെല്ലുവിളിച്ചിട്ടും ആ കെണിയിൽ വീഴാതെ നിൽക്കുകയാണ് ഇസ്രയേലും US-ഉം. മലനിരകളാൽ ചുറ്റപ്പെട്ട ഇറാൻ്റെ വിശാലമായ ഭൂപ്രകൃതിയിൽ കരയുദ്ധത്തിൽ വിജയം നേടുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് ഇസ്രയേലിനും US-നും ബോധ്യമുണ്ട്. അതിനാൽ ഇറാഖിൻ്റെ 2 ലക്ഷത്തോളം വരുന്ന കുർദിഷ് സേനയ്ക്ക് ആളും ആയുധവും നൽകി ഇറാനെ കീഴ്പ്പെടുത്താനാണ് നീക്കം. ഗൾഫ് മേഖലയിലെ അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന് ഇറാൻ പറഞ്ഞ ശേഷവും ഈ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം തുടരുകയാണ്. കരയുദ്ധത്തിൽ ഇറാനെ വീഴ്ത്താനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ യുദ്ധാന്തരീക്ഷം നീട്ടിക്കൊണ്ടുപോയി ഇറാനെയും അതിനപ്പുറം ചൈനയെയും പ്രതിരോധത്തിലാക്കാനാണോ ഇസ്രയേലിൻ്റെയും US-ൻ്റെയും നീക്കം? യുദ്ധം നീണ്ടാൽ സ്വാഭാവികമായും ഇന്ധനവില കുതിച്ചുയരും. ലോകത്തെ തന്നെ അരിക്ഷിതമാക്കുന്ന അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഇസ്രയേലും US-ഉം ചേർന്നിട്ടും ഇറാനെ വീഴ്ത്താൻ കഴിയാത്തതെന്ത്?